Hello dears, welcome to the class. Today we are going to discuss about our 10th unit, Pretty Relations. Okay, let's start our class. Bead game. ഒരു ഗെയിമാണ് ബീഡ് വെച്ചിട്ടുള്ളത്. There is a heap of beads. Each player takes some. If they can be split into sets of 2 with nothing over, then the player gets a point. അപ്പോൾ ഒരു കളിയാണ് ബീഡ്സ് വെച്ചിട്ടുള്ളത്. ഇഷ്ടമുള്ള അത്ര ബീഡ്സ് എടുക്കാം. പക്ഷേ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ബീഡ്സ് 2 വീതം വയ്ക്കുമ്പോൾ ബാക്കിയൊന്നും വരരുത്. കിട്ടിയ ബീഡ്സിനെ പെയറായിട്ട് എന്ന് പറയുമ്പോൾ 2 ഈച്ച് 2 വീതം ആക്കുമ്പോൾ ബാക്കിയൊന്നും വരരുത്. Suma got 16 beads. That she get a point. See how many beads others got. അപ്പോൾ സുമയ്ക്ക് കിട്ടിയത് 16 ബീഡ്സ് ആണ്. സുമയ്ക്ക് പോയിൻ്റ് കിട്ടുമോ? നമുക്കൊന്ന് നോക്കാം. കണ്ടില്ലേ, 16 ബീഡ്സിനെ 2 വെച്ച് പെയറാക്കിയിരിക്കുകയാണ്. അപ്പോൾ ബാക്കി എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ ആൻസർ എന്താണ്? യെസ്, ഷീ ഗെറ്റ്സ് എ പോയിൻ്റ് ബിക്കോസ് 16 ഈസ് എൻ ഈവൻ നമ്പർ. സുമയ്ക്ക് പോയിൻ്റ് കിട്ടും കാരണം 16 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പറാണ്, ഇരട്ട നമ്പറാണ്. ഇനി എന്താണ് ഈ ഈവൻ നമ്പർ എന്ന് നമുക്ക് പഠിച്ചാലോ? അതിനു മുമ്പ് സീ ഹൗ മെനി ബീഡ്സ് അതേഴ്സ് ഗോട്ട്. മറ്റുള്ളവർക്ക് കിട്ടിയ ബീഡ്സ് നോക്കൂ. 7, 22, 11, 10, 12, 14, 25, 18, 20, 19 ഇതൊക്കെയാണ്. വിച്ച് ഓഫ് ദീസ് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു സെറ്റ്സ് ഓഫ് 2 വിതൗട്ട് എനിത്തിങ് റിമൈനിങ്. ഇതിലേത് നമ്പേഴ്സൊക്കെയാണ് ബാലൻസ് റിമൈനിങ് ഒന്നും വരാതെ പെയറാക്കി മാറ്റാൻ കഴിയുക, 2ൻ്റെ സെറ്റാക്കി മാറ്റാൻ കഴിയുക? 12നെ 2ൻ്റെ സെറ്റാക്കി മാറ്റിയിരിക്കുന്നത് നോക്കൂ. എല്ലാം സെറ്റാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരു പെയറാക്കാം, ഒന്നും ബാലൻസ് വരുന്നില്ല. അപ്പോൾ ഇത് ഈവൻ നമ്പറാണ് 12. അതുപോലെ തന്നെ 14നും സെറ്റാക്കാനായിട്ട് കഴിയും. 16 നോക്കൂ. അപ്പോൾ 2ൻ്റെ സെറ്റാക്കിയിട്ട് ബാക്കിയൊന്നും വരാത്തതാണ് ഈവൻ നമ്പേഴ്സ്. 22, 10, 12, 14, 18, 20 ഇതൊക്കെയാണ്. എന്നാൽ 25നെ 2ൻ്റെ സെറ്റാക്കിയപ്പോൾ ലാസ്റ്റ് 1 ബാലൻസ് വന്നു അല്ലേ? അപ്പോൾ 25 ഒരു ഓഡ് നമ്പറാണ്. അതുപോലെ തന്നെ 9നെയും സെറ്റാക്കി 2ൻ്റെ സെറ്റാക്കിയപ്പോൾ 1 ബാക്കി വന്നു. ആൻഡ് വിച്ച് ഓഫ് ദം ലീവ് 1 വെൻ സ്പ്ലിറ്റ് ഇൻ ടു സെറ്റ്സ് ഓഫ് 2. എന്നാൽ 2ൻ്റെ സെറ്റുകളാക്കുമ്പോൾ 1 ബാലൻസ് വരുന്നത് ഏതൊക്കെ നമ്പേഴ്സാണ്? ഏതൊക്കെയാണ്? 7, 11, 25, 19. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് സം അതർ നമ്പേഴ്സ് ലീവിങ് 1 വെൻ ഡിവൈഡഡ് ഇൻ ടു സെറ്റ്സ് ഓഫ് 2. 2 എണ്ണമുള്ള സെറ്റുകളാക്കുമ്പോൾ ഒരെണ്ണം ബാക്കി വരുന്ന കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. അതിന് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് എഴുതാം. 3, 9, 21, 57. വിതൗട്ട് റിമൈനിങ് വെൻ ഡിവൈഡഡ് ഇൻ ടു സെറ്റ്സ് ഓഫ് 2. 2കളുടെ കൂട്ടമാക്കുമ്പോൾ ബാക്കി ഒന്നും വരാത്ത കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? അതിന് എക്സാമ്പിൾ 4, 16, 30, 100 ഇതൊക്കെയാണ്. 1, 3, 5, 7 ഡാഷ് ആർ കോൾഡ് ഓഡ് നമ്പേഴ്സ്. 2, 4, 6, 8 ഡാഷ് ആർ കോൾഡ് ഈവൻ നമ്പേഴ്സ്. അപ്പോൾ എന്താണ് ഓഡ് നമ്പേഴ്സ്, എന്താണ് ഈവൻ നമ്പേഴ്സ് എന്ന് നമുക്ക് പഠിക്കാം. ഇഫ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഈസ് 0, 2, 4, 6 or 8, the number is even. Can be split into sets of 2. ഒരു നമ്പറിൻ്റെ ലാസ്റ്റ് 0, 2, 4, 6, 8 ഇതിലേതെങ്കിലും വന്നാൽ അതാണ് ഈവൻ നമ്പർ, ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് 2ൻ്റെ കൂട്ടങ്ങളാക്കാം, 2ൻ്റെ സെറ്റ്സ് ആക്കാം. If the last digit is 1, 3, 5, 7 or 9, the number is odd, has 1 remaining. എന്നാൽ ഒരു നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 1, 3, 5, 7, 9 ഇതിലേതെങ്കിലും ആണെങ്കിൽ അതാണ് ഓഡ് നമ്പർ എന്ന് പറയുന്നത്. ഈ ഓഡ് നമ്പറിനെ 2ൻ്റെ സെറ്റ്സ് ആക്കുമ്പോൾ 1 ബാലൻസ് വരും. അപ്പോൾ 1 to 100 വരെയുള്ള ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സുമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്നത് ഓഡ് നമ്പേഴ്സാണ്. അപ്പോൾ ഇതെല്ലാം ഓഡ് നമ്പർ അല്ലേ എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെയാണ്? 1, 3, 5, 7, 9 തന്നെയല്ലേ
അവയുടെ ലാസ്റ്റ് ഡിജിറ്റ് വന്നിട്ടുള്ളത് എന്ന് നോക്കണം. ഇനി ഈ തന്നിരിക്കുന്നതെല്ലാം ഈവൻ നമ്പേഴ്സാണ്. എങ്ങനെയാണ് മനസ്സിലാക്കുക? 0, 2, 4, 6, 8 ആയിരിക്കും അവയുടെ ലാസ്റ്റ് ഡിജിറ്റ് വരിക. സം ഓഫ് ഡിജിറ്റ്സ്. മിയ ഈസ് തിങ്കിങ് അബൌട്ട് പ്രോബ്ലംസ് ടു ആസ്ക് അറ്റ് ദ മാത്സ് ക്ലബ് മീറ്റിംഗ്. മാത്സ് ക്ലബിൻ്റെ മീറ്റിങ്ങിൽ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആലോചിക്കുകയാണ് മിയ. എനി ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലം? എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടോ? ഹൗ അബൌട്ട് ദിസ്? ഫൈൻഡ് എ 2-digit നമ്പർ വിത്ത് സം ഓഫ് ഡിജിറ്റ്സ് 10. അപ്പോൾ ഫ്രണ്ട് ചോദിക്കുകയാണ് 2 ഡിജിറ്റ്സിലെ 2 ഡിജിറ്റ്സും ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടുന്ന നമ്പേഴ്സ് വേണോ എന്നാണ്. 19, 1 and 9 is 10 like this, right? അപ്പോൾ മിയ പറയാണ് 19. അപ്പോൾ 19-ലെ ആ 1ഉം 9ഉം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 10 ആണ്. അതുപോലെയുള്ള പ്രോബ്ലം ആണോ എന്ന്. ഫൈൻഡ് സം മോർ ലൈക്ക് ദിസ്. കുറച്ചുകൂടി ഇങ്ങനെയുള്ള സംഖ്യകൾ കണ്ടുപിടിക്കണം. അങ്ങനെയുള്ള കുറച്ച് നമ്പേഴ്സ് നോക്കൂ. 28, 2 + 8 = 10, 37, 46, 55, 64, 73, 82, 91. Write these numbers in order from the smallest to the largest. ഇനി ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം. 19, 28, 37, 46, 55, 64, 73, 82, 91. What is the relation between one number and the next? അടുത്തടുത്ത 2 നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് നമുക്ക് നോക്കാം. ആദ്യത്തെ നമ്പറായ 19ഉം 28ഉം തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് 9 ആണ്. അതുപോലെ തന്നെ 28ഉം 37ഉം തമ്മിലുള്ള ഡിഫറൻസ് 9 ആണ്. അപ്പോൾ അവ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് 9 ആഡ് ചെയ്ത് പോകുന്നതാണ്. ലെറ്റ്സ് ചേഞ്ച് ദ ഓർഡർ. സീ വാട്ട് മിയ ഹാസ് റിട്ടൺ ഇൻ ദ ചാർട്ട്. ചാർട്ടിൽ മിയ എഴുതിയിരിക്കുന്നത് നോക്കൂ. 8 + 9 = 17, 9 + 8 = 17. 2 നമ്പേഴ്സാണ് എഴുതിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? 8ഉം 9ഉം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയിരിക്കുന്നു. പക്ഷേ ആൻസർ 17 തന്നെയാണ്. അടുത്തത് 23 + 11 34, 11 + 23 34. അതിൻ്റെ ആ ഒരു സ്ഥാനം മാറി, പക്ഷേ നമ്പേഴ്സ് മാറിയിട്ടില്ല. അതുകൊണ്ട് ആൻസർ സെയിം ആണ്. 45 + 23 68, 23 + 45 68. ലുക്ക് അറ്റ് ദിസ് ബ്രോ. വാട്ട് ഡു യു സീ? ബ്രോ, നിങ്ങൾ എന്താണ് കാണുന്നത്? ചേഞ്ചിങ് ദ ഓർഡർ ഓഫ് നമ്പേഴ്സ് ഡസൻ ചേഞ്ച് ദ സം. അതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്തു, പക്ഷേ സം ടോട്ടൽ കിട്ടിയതിൽ വ്യത്യാസമില്ല എന്നാണ് ആ കുട്ടി പറയുന്നത്. ചെക്ക് അതേഴ്സ് സം. റൈറ്റ് ദം ഇൻ യുവർ നോട്ട്ബുക്ക്. ഇനി കുറച്ചുകൂടി കണ്ടെത്തി നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം. അപ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് ഇതൊക്കെയാണ്. 12 + 34, 46 ആൻസർ കിട്ടി. പക്ഷേ അത് മറിച്ച് 34 + 12 എന്നെഴുതിയപ്പോഴും 46. 25 + 15, 15 + 25 = 40. 44 + 55, 55 + 44 = 99. 62 + 27, 27 + 62, 89 ആൻസർ. 19 + 81, 100, 81 + 19, 100. അപ്പോൾ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാലും അതിൻ്റെ സമ്മിൽ വ്യത്യാസം വരുന്നില്ല. കാരണം ആഡ് ചെയ്യുന്നത് സെയിം നമ്പേഴ്സ് തന്നെയാണ് അല്ലേ? അതുകൊണ്ടാണ്. ആഡിങ് 1 നമ്പർ ടു ദ നെക്സ്റ്റ്. ഒരു നമ്പറിനോട് അടുത്തുള്ള മറ്റൊരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ എത്രയാണെന്ന് നോക്കാം. 1 + 2 = 3, 2 + 3 = 5, 3 + 4 = 7, 6 + 7 = 13. പിന്നെ കുറച്ച് വിട്ടുപോയിട്ടുണ്ട്. മിയ ആൻഡ് ഫ്രണ്ട്സ് ആഡഡ് ഈച്ച് നമ്പർ ടു ദ നെക്സ്റ്റ് ആൻഡ് wrote down the sums. Can you continue this? നോട്ട് എനിത്തിങ് സ്പെഷ്യൽ അബൌട്ട് ദ സംസ്. അപ്പോൾ മിയയും ഫ്രണ്ട്സും ഓരോ അടുത്തടുത്ത നമ്പേഴ്സും ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് തോന്നിയോ എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ വിട്ട ഭാഗം ഫില്ല് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് 6 + 7 13, 8 + 9 17, 10 + 11 21, 12 + 13 25, 15 + 16 31 എന്നെല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഓൾ ദ സംസ് ആർ ഓഡ് നമ്പേഴ്സ്. എല്ലാ കിട്ടിയ ഉത്തരങ്ങളും ഓഡ് നമ്പേഴ്സാണ്.
അപ്പോൾ അടുത്തടുത്ത നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസേഴ്സ് എപ്പോഴും ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. ഓഡ് നമ്പേഴ്സ്. വാട്ട് അബൌട്ട് ആഡിങ് 2 odd numbers? Mia asked. They calculated some such sums. Can you do the remaining? 2 odd നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ആൻസർ കിട്ടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവ പൂരിപ്പിക്കുകയും വേണം. 1 ഒരു ഓഡ് നമ്പറാണ്, 3 ഒരു ഓഡ് നമ്പറാണ്. ആഡ് ചെയ്തപ്പോൾ കിട്ടിയത് 4 ആണ് അല്ലേ? 4 എന്ന് പറയുന്നത് ഈവൻ നമ്പറാണ്. അതുപോലെ തന്നെ 3 ഓഡ് നമ്പറാണ്, 5 ഓഡ് നമ്പറാണ്. കിട്ടിയ ആൻസർ ഈവൻ നമ്പറാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഓഡ് നമ്പേഴ്സിനെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 7 + 5 12, 3 + 9 12, 11 + 7 18, 1 + 5 6, 5 + 9 14. കിട്ടിയ ആൻസേഴ്സൊക്കെ എന്താണ്? ഈവൻ നമ്പേഴ്സാണ്. കണ്ടില്ലേ? വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ സം ഓഫ് 2 odd numbers? 2 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി? ദ സം ഈസ് ഓൾവേസ് ആൻ ഈവൻ നമ്പർ. അതിൻ്റെ സം, അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഈവൻ നമ്പർ ആയിരിക്കും. നൗ ആഡ് 2 ഈവൻ നമ്പേഴ്സ്. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ സം? എന്നാൽ 2 ഈവൻ നമ്പർ ആഡ് ചെയ്യുമ്പോൾ, ഇരട്ട സംഖ്യകൾ കൂട്ടുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്? ദ സം ഈസ് ഓൾവേസ് ആൻ ഈവൻ നമ്പർ. അപ്പോഴും ആൻസർ ഈവൻ നമ്പർ ആയിരിക്കും. 2 ഓഡ് നമ്പർ ആഡ് ചെയ്താലും 2 ഈവൻ നമ്പർ ആഡ് ചെയ്താലും കിട്ടുന്ന ആൻസർ ഈവൻ നമ്പറാണ്. വാട്ട് അബൌട്ട് ദ സം ഓഫ് ആൻ ഓഡ് നമ്പർ ആൻഡ് ആൻ ഈവൻ നമ്പർ? ഒരു ഓഡ് നമ്പറും ഒരു ഈവൻ നമ്പറും ആഡ് ചെയ്യുകയാണെങ്കിലോ? ദ സം ഈസ് ഓൾവേസ് ആൻ ഓഡ് നമ്പർ. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ആൻസർ എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും, ഒറ്റ സംഖ്യ ആയിരിക്കും. ലെറ്റ്സ് സബ്സ്ട്രാക്ട് അഗെയിൻ ആൻഡ് അഗെയിൻ. സുമി ഹാസ് 16 rupees. ഷീ ബോട്ട് എ പെൻ ഫോർ 5 rupees ആൻഡ് എ പെൻസിൽ ഫോർ 3 rupees. ഹൗ മച്ച് ഡസ് ഷീ ഹാവ് നൗ? സുമിയുടെ കയ്യിൽ 16 രൂപയുണ്ട്. 5 രൂപയ്ക്ക് പേനയും 3 രൂപയ്ക്ക് പെൻസിലും വാങ്ങി. ഇപ്പോൾ എത്രയാണ് കയ്യിലുള്ളത്? അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാം. മണി ഷീ ഹാഡ്. എത്ര രൂപയാണ് കയ്യിലുണ്ടായിരുന്നത്? 16 rupees. മണി സ്പെൻഡ് ഫോർ പെൻ. പെന്ന് വാങ്ങിച്ചത് 5 rupees. റിമൈനിങ് മണി 16 - 5 = 11 rupees. മണി സ്പെൻഡ് ഫോർ പെൻസിൽ 3 rupees. റിമൈനിങ് മണി 11 - 3 = 8 rupees. അപ്പോൾ 16 rupeesൽ നിന്ന് ആദ്യം 5 മൈനസ് ചെയ്തു, അപ്പോൾ 11 കിട്ടി. പിന്നെ ആ 11ൽ നിന്ന് 3 മൈനസ് ചെയ്തു, അപ്പോൾ 8 rupees കിട്ടി. ഹൗ ഐ ഡിഡ്? ഞാൻ ചെയ്തത് ഹാഡ് 16 rupees അറ്റ് ഫസ്റ്റ്. ആദ്യം 16 രൂപയുണ്ടായിരുന്നു. സ്പെൻഡ് ചെയ്തത്, ചിലവാക്കിയത് 5 + 3. പെന്നും പെൻസിലും ഒരുമിച്ച് എഴുതി. എത്രയാണ്? 8 rupees. ടു ബൈ പെൻ ആൻഡ് പെൻസിൽ. നൗ ഷീ ഹാസ് 16 - 8 = 8 rupees. അപ്പോൾ ആ 16ൽ നിന്ന് രണ്ടും കൂടി ഒപ്പം മൈനസ് ചെയ്തു. എത്രയാണ്? 8. ആൻസർ കിട്ടുന്നത് 8 rupees. അങ്ങനെ പല രീതിയിലൂടെ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ടേക്കിംഗ് അവേ 5 ആൻഡ് ദെൻ 3 ഫ്രം 16 ഓർ ടേക്കിംഗ് അവേ 8 ഫ്രം 16 ലീവ്സ് ദ സെയിം നമ്പർ. അപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. 16ൽ നിന്ന് ആദ്യം നമുക്ക് 5 മൈനസ് ചെയ്യാം, പിന്നെ 3 മൈനസ് ചെയ്യാം. അല്ലെങ്കിൽ 16ൽ നിന്ന് നമുക്ക് 5ഉം 3യും കൂട്ടിയ 8 മൈനസ് ചെയ്യാം. അപ്പോഴും കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. What if we take away 7 and then 3 from 24? What number do we take away from 24 once? 24ൽ നിന്ന് ആദ്യം 7ഉം പിന്നെ 3ഉം മൈനസ് ചെയ്താൽ എത്രയായിരിക്കും? ഇത് മറ്റു രീതിയിലൂടെ എങ്ങനെ ചെയ്യാം? To take away 10 and then 6 from 46, what number do we take away from 46 once instead? അതുപോലെ തന്നെ 46ൽ നിന്ന് ആദ്യം 10ഉം പിന്നെ 6ഉം മൈനസ് ചെയ്താൽ എത്ര കിട്ടും? അതല്ലെങ്കിൽ ഈ 10ഉം 6നും പകരം എങ്ങനെ നമുക്ക് മൈനസ് ചെയ്യാം? അതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ടു ടേക്ക് അവേ 7 ആൻഡ് ദെൻ 3 ഈസ് ദ സെയിം ആസ് ടേക്കിംഗ് അവേ ദ സം ഓഫ് 7 ആൻഡ് 3. 7ഉം പിന്നെ 3ഉം ഒക്കെ സെപ്പറേറ്റ് മൈനസ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? 7 + 3 = 10 എടുത്ത് 24ൽ നിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ 24 - 10 = 14 എന്ന് കിട്ടും. ടു ടേക്ക് അവേ 10 ആൻഡ് ദെൻ 6 ഈസ് ദ സെയിം ആസ് ടേക്കിംഗ് അവേ ദ സം ഓഫ് 10 ആൻഡ് 6.
അതുപോലെ തന്നെ 10ഉം 6ഉം എടുക്കുന്നതിന് പകരം എന്ത് ചെയ്യാം? 10 + 6 = 16 എന്നാക്കിയിട്ട് നമുക്ക് 46ൽ നിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ 46 - 16 = 30 എന്ന ആൻസർ കിട്ടും. ആഡ് ആൻഡ് ഗോ എഹെഡ്. See the numbers Mia has written in order. Mia എഴുതിയ നമ്പേഴ്സ് നോക്കൂ. 1, 3, 5, 7. Write the next numbers. Find the speciality of these numbers, starting with 1 and adding 2 again and again. മിയ എഴുതിയ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 3, 5, 7 എന്നുള്ളതാണ്. അത് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ് ഈ നമ്പേഴ്സിൻ്റെത്? The sequence 1, 3, 5, 7 is a sequence of odd numbers. ഇത് ഓഡ് നമ്പേഴ്സ് ആണ് അല്ലേ? The pattern is to add 2 to the previous number. അപ്പോൾ ഈ പാറ്റേൺ എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? ആദ്യത്തെ നമ്പറിനോട് 2 ആഡ് ചെയ്തു. 1 + 2 = 3 എന്ന് കിട്ടി. 3 + 2 = 5. 5 + 2 = 7 എന്ന് കിട്ടി. അപ്പോൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ 7 + 2 = 9. 9 + 2 = 11. 11 + 2 = 13. Now start from 2 and add 2 again and again. 2, 4, 6. What is the speciality of these numbers? സ്റ്റാർട്ട് ചെയ്യുന്നത് 2വിൽ നിന്നാണ്. എന്നിട്ട് 2 ഇങ്ങനെ ആഡ് ചെയ്ത് പോവുകയാണ്. ഇത് ഈവൺ നമ്പേഴ്സാണ് അല്ലേ? സ്റ്റാർട്ടിങ് വിത്ത് 2, ആഡിങ് 2. സ്റ്റാർട്ട് ചെയ്യുന്നത് 2 ആണ്. പിന്നെ 2 ഇങ്ങനെ ആഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ എത്രയാണ്? 2, 4, 6, 8, 10, 12. സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ദീസ് ആർ ഓൾ ഈവൺ നമ്പേഴ്സ്. ഇതെല്ലാം ഇരട്ട സംഖ്യകളാണ്, ഈവൺ നമ്പേഴ്സാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാർട്ടിങ് വിത്ത് 5 ആഡിങ് 5. അപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് 5, പിന്നെ ഇങ്ങനെ ആഡ് ചെയ്ത് 5 ഇങ്ങനെ പോകുന്നു അല്ലേ? അപ്പോൾ എത്രയാണ് സീക്വൻസ് എന്ന് പറയുന്നത്? 5, 10, 15, 20, 25, 30. 5 + 5 10, 10 + 5 15, 15 + 5 20 അങ്ങനെ. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ദ നമ്പേഴ്സ് ഓൾട്ടർനേറ്റ് ബിറ്റ്വീൻ ഓഡ് ആൻഡ് ഈവൺ. അതിലുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് ചിലത് ഓഡും ചിലത് ഈവണുമാണ്. ഏതൊക്കെയാണ്? 5, 15, 25, 35 ഇതൊക്കെ ഓഡ് നമ്പേഴ്സും 10, 20, 30 ഇതെല്ലാം ഈവൺ നമ്പേഴ്സുമാണ്. സ്റ്റാർട്ടിങ് വിത്ത് 10 ആഡിങ് 10. 10ൽ തുടങ്ങി 10 ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 10, 20, 30, 40, 50, 60. 10 + 10 ആണ് 20, 20 + 10 ആണ് 30, 30 + 10 ആണ് 40 അങ്ങനെ അല്ലേ? അപ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഓൾ നമ്പേഴ്സ് ഇൻ ദിസ് സീക്വൻസ് ആർ ഈവൺ. എല്ലാ നമ്പേഴ്സും ഈവൺ നമ്പേഴ്സാണ്. ഹൗ മെനി 2-digit numbers have 0 ആസ് ദ സെക്കൻഡ് ഡിജിറ്റ്? രണ്ടാമത്തെ സംഖ്യ 0 ആയിട്ടുള്ള എത്ര 2-digit നമ്പറുണ്ട്? ദർ ആർ 9 നമ്പേഴ്സ്. 9 നമ്പേഴ്സാണ് അങ്ങനെയുള്ളത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് 10, 20, 30, 40, 50, 60, 70, 80, 90. അതിൻ്റെ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് 0 ആണ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പേഴ്സ് ആഡിങ് 10 to 1. ദ സീക്വൻസ് ഈസ് 1, 11, 21, 31, 41, 51. 1നോട് 10 ആഡ് ചെയ്തപ്പോൾ കിട്ടുന്നത് 1 + 10 11, 11 + 10 21, 21 + 10 31, 31 + 10 41, 41 + 10 51. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2-digit numbers with 1 as the second digit. 2-digit നമ്പറിൽ സെക്കൻഡ് നമ്പർ 1 വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്? ദർ ആർ 9 നമ്പേഴ്സ്. 9 നമ്പേഴ്സാണുള്ളത്. ഏതൊക്കെയാണ്? 11, 21, 31, 41, 51, 61, 71, 81, 91 അങ്ങനെ 9 നമ്പേഴ്സാണ് ഉള്ളത്. റൈറ്റ് നമ്പേഴ്സ് ഫ്രം 1 to 7 ഇൻ ദ ഓവൽസ്. The sum of 3 numbers in a line must be 12. Each number can be used only once. 1 മുതൽ 7 വരെയുള്ള നമ്പേഴ്സ് ഈ ഓവൽസിൽ എഴുതണം. അതിൽ 3 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടണം. പക്ഷേ എല്ലാ നമ്പറും ഒരു പ്രാവശ്യമേ എഴുതാൻ പാടുള്ളൂ, ആവർത്തിച്ചു വരരുത്. അപ്പോൾ നമുക്ക് 1 മുതൽ 7 വരെ എഴുതാം. 4 ആണ് സെൻറ്ററിൽ എഴുതിയിരിക്കുന്നത്, കണ്ടില്ലേ? ഇതുപോലെ 3 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 12 കിട്ടണം. 1, 4, 7 = 12. 2, 4, 6 12. 3, 4, 5 = 12. Look at the patterns below.
In which of them are the numbers in the correct order small to large? Tick their boxes. കുറച്ച് പാറ്റേൺ കണ്ടില്ലേ? അതിൽ സ്മോൾ ടു ലാർജ്, ചെറുതിൽ നിന്ന് വലുതിലേക്ക് കറക്റ്റായിട്ട് പോകുന്ന ആ പാറ്റേണിന് ടിക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് നോക്കാം. 25, 28, 31, 34, 37. സ്മോൾ ടു ലാർജ് കറക്റ്റായിട്ട് പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്കതിന് ടിക്ക് ഇടാം. നെക്സ്റ്റ് നോക്കൂ, 82, 78. ആദ്യം ലാർജ് നമ്പർ വന്നു, പിന്നെ സ്മോൾ നമ്പർ വന്നു. അപ്പോൾ ആ പാറ്റേൺ തെറ്റാണ്. നെക്സ്റ്റ് 63, 62. ആദ്യം ലാർജ് നമ്പറും പിന്നെ സ്മോൾ നമ്പറുമാണ്. അപ്പോൾ അതും തെറ്റാണ്. 52, 58, 64, 70, 76. ഇത് സ്മോൾ ടു ലാർജ് ആണ്. അപ്പോൾ ടിക്ക് ഇടാം. നെക്സ്റ്റ് 43, 46. ആദ്യം 43 സ്മോൾ നമ്പർ, 46 ലാർജ് നമ്പർ, പിന്നെ വീണ്ടും 42 സ്മോൾ നമ്പർ വരുന്നു. അപ്പോൾ ആ പാറ്റേണും തെറ്റാണ്. നെക്സ്റ്റ് 79, 80, 81, 82, 83. സ്മോൾ ടു ലാർജ് ആണ് അല്ലേ? അപ്പോൾ അത് കറക്റ്റ് ഓർഡറാണ്. അപ്പോൾ ഫസ്റ്റ് പാറ്റേൺ കറക്റ്റാണ്. പിന്നെ സെക്കൻഡും തേർഡും അല്ല അല്ലേ? ഫോർത്ത് കറക്റ്റാണ്, ഫിഫ്ത്ത് നോ, സിക്സ്ത്ത് കറക്റ്റാണ്. ഇങ്ങനെയാണ് വരുന്നത്. നമ്പർ പാറ്റേൺസ്. ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് നമ്പേഴ്സ് ഇൻ ദ പാറ്റേൺസ്. പാറ്റേണിലുള്ള മിസ്സിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കണം. ആദ്യത്തേത് നോക്കൂ, 10, 18, 26, 34, -50. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? 10, 18 സ്മോൾ ടു ലാർജ് പാറ്റേൺ ആയിട്ടാണ് പോകുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 18 - 10 എത്രയാണ് വരുന്നത്? 8 ആണ് വരുന്നത്. ഇനി അത് കറക്റ്റ് ആണോ എന്നറിയാൻ 26 - 18 നോക്കാം. അപ്പോഴും 8 തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ പാറ്റേണിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 34 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ 8 ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 42 എന്ന് കിട്ടും. കണ്ടില്ലേ? ആ പാറ്റേൺ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് 31, 40, 49. 31 സ്മോൾ നമ്പർ, 40 ലാർജ്, 49 അതിനേക്കാൾ ലാർജ്. അപ്പോൾ എന്ത് ചെയ്യണം? അവ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. 40 - 31 = 9. അതുപോലെ തന്നെ 49 - 40 = 9. അപ്പോൾ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് 9 ആണ് അല്ലേ? മിസ്സിംഗ് നമ്പർ കണ്ടുപിടിക്കാൻ 49 + 9 = 58 എന്ന് എഴുതിയാൽ മതി. നെക്സ്റ്റ് പാറ്റേൺ നോക്കൂ, 88, 82, 76, 70. ലാർജ് ടു സ്മോൾ ആണ്, വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് പോകുന്നത്. അവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 88 - 82 = 6 ആണ് അല്ലേ? അപ്പോൾ അടുത്ത നമ്പർ എന്ന് പറയുന്നത് 6 മൈനസ് ആയിരിക്കും. അപ്പോൾ നമ്പർ കണ്ടുപിടിക്കാൻ 70 - 6 = 64. അടുത്തത് 56, 60, 64. സ്മോൾ ടു ലാർജ് ആണ് പാറ്റേൺ വരുന്നത്. തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കണം. 60 - 56 = 4. അപ്പോൾ ആ ഡിഫറൻസ് പറയുന്നത് 4 ആണ്. നെക്സ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 64 + 4 = 68. 68 + 4 = 72 കിട്ടും. പാറ്റേണിൽ സ്മോൾ ടു ലാർജ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് പോകണം. ലാർജ് ടു സ്മോൾ ആണെങ്കിൽ ആ കിട്ടിയ നമ്പർ നമ്മൾ ലെസ് ചെയ്ത് പോകണം. നെക്സ്റ്റ് 95, 89, 83, 77. ലാർജ് ടു സ്മോൾ ആണ്. ആ പാറ്റേൺ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 6 മൈനസ് ചെയ്യുക. 77 - 6 = 71. അപ്പോൾ നമ്മുടെ പാറ്റേൺ ഇങ്ങനെയാണ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. കണ്ടില്ലേ? മിസ്സിംഗ് ആയിട്ടുള്ള നമ്പേഴ്സാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഓരോ നമ്പേഴ്സും ആഡ് ചെയ്തതാണ് ഇതിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യണം, മനസ്സിലാക്കി വേണം ചെയ്യാൻ. Let's make numbers. Mia and friends are making numbers using digits. Each can take 2 cards. മിയയും ഫ്രണ്ട്സും നമ്പേഴ്സ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും 2 കാർഡ് വീതം എടുക്കാം. ആൻഡ് മേക്ക് 2 ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് ദിസ് കാർഡ്സ്. എന്നിട്ട് എടുത്ത കാർഡ് കൊണ്ട് 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കണം. മിയ ഗോട്ട് 3, 5. മിയക്ക് കിട്ടിയത് 3ഉം 5 എന്ന കാർഡാണ്. നമ്പേഴ്സ് മിയ മെയ്ഡ് 35, 53. അപ്പോൾ മിയ അത് വെച്ചുണ്ടാക്കിയത് 35ഉം 53യുമാണ്. ഹിയർ ആർ ദ കാർഡ്സ് സം അതേഴ്സ് ഗോട്ട്. റൈറ്റ് ദ 2 ഡിജിറ്റ് നമ്പേഴ്സ് ദേ മെയ്ഡ്. ബാക്കിയുള്ളവർക്ക് കിട്ടിയ കാർഡ്സാണ് താഴെ തന്നിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കണം. 2, 6,
9850. നമുക്ക് ഉണ്ടാക്കി നോക്കാം. 2, 6 ഈ കാർഡ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 26, 62. 9, 8 കാർഡ് കൊണ്ടുണ്ടാക്കിയത് 98, 89 എന്ന 2 ഡിജിറ്റ് നമ്പേഴ്സാണ്. അതുപോലെ തന്നെ 5, 0 ഇത് വെച്ചുണ്ടാക്കാൻ കഴിയുന്നത് 50 എന്ന 2 ഡിജിറ്റാണ്. 0, 5 എന്ന് എഴുതിയാൽ നമുക്ക് 5 എന്നേ വായിക്കൂ, കാരണം ആ 0ക്ക് വാല്യൂ ഇല്ല. അപ്പോൾ 2 ഡിജിറ്റ് നമ്പർ ഒന്നേ ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ. ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി മെയ്ഡ് വിത്ത് 4 and 5 നോട്ട് റിപ്പീറ്റിംഗ് ദ ഡിജിറ്റ്സ്. അതുപോലെ തന്നെ 4ഉം 5ഉം ഉപയോഗിച്ച് റിപ്പീറ്റ് ചെയ്യാതെ എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇഫ് ദ ഡിജിറ്റ്സ് ക്യാൻ ബി റിപ്പീറ്റഡ്, വീണ്ടും വീണ്ടും എഴുതിയാൽ നമുക്ക് എത്ര 2 ഡിജിറ്റ്സ് ഉണ്ടാക്കാം 4ഉം 5ഉം വെച്ചിട്ട്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. നോട്ട് റിപ്പീറ്റിംഗ്, റിപ്പീറ്റ് ചെയ്യാതെ ഉണ്ടാക്കാൻ കഴിയുന്ന 2 ഡിജിറ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 45ഉം 54ഉം. പക്ഷേ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും എഴുതാൻ കഴിയുമെങ്കിൽ നമുക്ക് 44, 45, 54, 55 എന്ന് ഉണ്ടാക്കാം. അപ്പോൾ 4 നമ്പേഴ്സ് ഉണ്ടാക്കാം. എങ്ങനെയാണ് ഇതിൽ റിപ്പീറ്റ് ചെയ്ത് വന്നത്? 4, 4 2 തവണ എഴുതി. അതുപോലെ തന്നെ 55, 5 2 തവണ എഴുതി അല്ലേ? ഫോർട്ട്, കോട്ട ഒരു ഗെയിമാണ്, കണ്ടില്ലേ? 20, 25, 30, 15 അങ്ങനെ. എ ഗെയിം ഫോർ 3. ഡ്രോ എ ലൈൻ ഫ്രം എ നമ്പർ ടു എ നിയർ ബൈ നമ്പർ. നോ ഡയഗണൽ ലൈൻസ്. ആഡ് ദ നമ്പേഴ്സ്. അതർ ടു ഡു ദ സെയിം. ഒരു ലൈൻ വരയ്ക്കണം അടുത്തടുത്ത 2 നമ്പറുകൾ തമ്മിൽ. പക്ഷേ ഡയഗണലായിട്ട്, അതായത് ഇങ്ങനെ കോണോട് കോൺ വരയ്ക്കാനായിട്ട് പാടില്ല. എന്നിട്ട് ആ വരച്ച 2 നമ്പേഴ്സും ആഡ് ചെയ്ത് നോക്കണം. അപ്പോൾ ബാക്കിയുള്ള 2 പേരും ഇത് തന്നെ ചെയ്യണം. 3 പേരാണ് ഗെയിമിലുള്ളത്. റൈറ്റ് ദ സംസ് ഇൻ ഓർഡർ ലാർജ് ടു സ്മോൾ. എന്നിട്ട് സം കിട്ടിയത് ഓരോ ലൈൻ വരയ്ക്കുമ്പോൾ അത് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ, ആ സം ആഡ് ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയാണ് എഴുതേണ്ടത്? ലാർജ് ടു സ്മോൾ, വലുതിൽ നിന്ന് ചെറുതിലേക്ക്. ദ ലാർജസ്റ്റ് ഗെറ്റ്സ് 5 points, ദ നെക്സ്റ്റ് 3 points ആൻഡ് ദ സ്മോളസ്റ്റ് 1 point. അപ്പോൾ അങ്ങനെ ലാർജ് നമ്പർ കിട്ടുന്ന ആൾക്ക് 5 point, നെക്സ്റ്റിന് 3, ലാസ്റ്റ് 1 കിട്ടും. എ സ്ക്വയർ ജോയിനിങ് നിയർ ബൈ നമ്പേഴ്സ് ഈസ് എ ഫോർട്ട്. അങ്ങനെ ഒരു കോട്ട പോലെ 4 നമ്പേഴ്സ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതൊരു കോട്ടയായി കണക്കാക്കാം. എ പ്ലെയർ കംപ്ലീറ്റിംഗ് എ ഫോർട്ട് ഗെറ്റ്സ് അഡീഷണൽ 10 points. നമ്മൾ ആദ്യം കണ്ടില്ലേ 15, 20, 25 അങ്ങനെ ഉണ്ടാക്കുന്ന ഒരാൾക്ക് അഡീഷണലായിട്ട് 10 points കിട്ടും. യുവർ ടീച്ചർ വിൽ ടെൽ യു മോർ അബൌട്ട് ദ ഗെയിം. നിങ്ങളുടെ ടീച്ചർ ഈ ഗെയിമിനെ കുറിച്ച് കൂടുതൽ നിങ്ങളോട് പറയും. ഓക്കെ ഡിയേഴ്സ്, സ്റ്റഡി വെൽ. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.